ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ രാവിലെ എത്ര മണിയായി സമയം? കുറേ സമയം നോക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും സമയം പറയും. കുറേ സമയമായി. നമ്മളൊരു അഞ്ചഞ്ചരയായി. അപ്പോൾ അഞ്ചഞ്ചരയായപ്പോൾ നമ്മൾ ഇവിടുന്ന് റെഡി ചെയ്താൽ എല്ലാവരും റെഡിയാവുന്നു. പ്രീതി മിസ് കമോൺ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി, പിള്ളേരെയൊക്കെ പൊറുക്കി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഡേ 2ലേക്ക് യെസ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് പേലൂർ ചെന്നകേശവ ടെമ്പിൾ. ഹെസൻ ജില്ലയിൽ 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചെന്നകേശവ. വേളാപുരി എന്നും അറിയപ്പെട്ടിരുന്നു. 3 തലമുറകളിലായി പണിത ഈ ക്ഷേത്രം ഏകദേശം 103 വർഷം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചത്. യുദ്ധത്തിൽ നിരവധി തവണ ഈ ക്ഷേത്രത്തിന് നാശനഷ്ടമുണ്ടാവുകയും കൊള്ളയടിക്കപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടും ആവർത്തിച്ച് പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു. വാസ്തുവിദ്യാശില്പങ്ങൾ, ശിലാശാസനകൾ, തൂൺ ചിത്രങ്ങൾ, അതിൻ്റെ പ്രതീകങ്ങൾ, ലിഖിതങ്ങൾ, ചരിത്രവും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രം വളരെ ശ്രദ്ധേയമാണ്. 1217-ൽ തലക്കാട് യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിന്റെ സന്തോഷ സൂചകമായി ഹെയ്സല ചക്രവർത്തിയായ വിഷ്ണുവർദ്ധനാണ് ചെന്നാകേശവ അഥവാ സുന്ദരനായ കേശവൻ എന്നർത്ഥം വരുന്ന അതിമനോഹരമായ ഈ ക്ഷേത്രം പണി കഴിയിപ്പിച്ചത്. 12-ാം നൂറ്റാണ്ടിലെ നൃത്തജീവിത രീതികളും നർത്തകികളും സംഗീതജ്ഞരും രാമായണം, മഹാഭാരതം, പുരാണങ്ങളിലും രചനകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ക്ഷേത്ര കലാസൃഷ്ടികളായി ചിത്രീകരിച്ചിട്ടുണ്ട്. 64 മൂലകളും 4 പ്രവേശന കവാടവും 48 തൂണുകളും നിറഞ്ഞ ഈ ക്ഷേത്രം മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു നക്ഷത്രം പോലെയാണ് ക്ഷേത്രം കാണപ്പെടുന്നത്. ഇവയൊക്കെയാണ് പേലൂർ ചെന്നകേശവ ടെമ്പിളിലെ സവിശേഷമായതും ചരിത്രപരമായുമായ കാര്യങ്ങൾ. ക്ഷേത്രത്തിൻ്റെ പ്രവർത്തന സമയം തുടങ്ങുന്നത് ഏകദേശം രാവിലെ 7:30 മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. ഇതിനുള്ളിൽ രഥവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ പുറത്ത് സൈഡിൽ ഒരു തേര് വെച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ ഇങ്ങനെ ഓരോ അറകൾ പോലെ ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നതിന് ഓരോ അറകളിലാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫുള്ള് റോക്കിലാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ കാണാം. ഇത് ഫുള്ള് റോക്കിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തോ കൊണ്ടിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലവും അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നിനും ഉള്ളിലോട്ടുള്ള പ്രവേശനമില്ല. നമുക്ക് പുറത്ത് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറ്റുന്നത്. പക്ഷേ അത് വളരെ ഭയങ്കര ഒരു വൈബാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ കോട ഇറങ്ങുന്ന സമയമാണ്. സോ അതുകൊണ്ട് അതിൻ്റെയും ഒരു വൈബുണ്ട്. വേലൂർ ടെമ്പിൾ എന്നാണ് എൻ്റെ പേര്. അങ്ങനെ നമ്മളൊരു ലോങ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരു ഹഴങ്കി റിസർവിയർ, നമ്മളൊരു ഡാമാണ്. ഡാം വിത്ത് ചെറിയൊരു പാർക്ക്. ഫസ്റ്റ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ എൻട്രി ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൂർഗ് എത്തിയിട്ടുണ്ട്.
അങ്ങനെ ഇതാണ് സുഹൃത്തുക്കളെ ഡാം. ഡാം കണ്ടു കഴിഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഒരു വിസിറ്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ദെൻ ഒരു ടെമ്പിൾ, എന്തോ ഒരു ടെമ്പിൾ, എന്ത് ടെമ്പിളാണ് മിസ്? ഗോൾഡൻ ടെമ്പിളോ? അത് ഡൽഹിയിലൊക്കെ ഡൽഹി. ഓക്കെ, എന്തോ ഒരു ടെമ്പിൾ. യെസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ദെൻ വി ആർ ഗോയിങ് ടു ദാറ്റ് ടെമ്പിൾ റൺ. ആൻഡ് ഫൈനലി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുക. ആൻഡ് ഫൈനലി വി റീച്ച് ഹിയർ. കയറുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫുഡ് കോർട്ട്, ഷോപ്സ്. മെയിനായിട്ട് എനിക്ക് പർച്ചേസിങ് തന്നെ ഫോക്കസ് ചെയ്യുന്ന പോലെ ടൗൺ ഫ്ലോർ ഫുള്ള് നമുക്ക് ഇഷ്ടം പോലെ ഷോപ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പോകാനുള്ളത്. നമ്മൾ എൻട്രൻസിൽ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്ത് വന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. ഓ മൈ ഗോഡ്, അടിപൊളി. ഇറ്റ്സ് ഫീൽ ലൈക്ക് ഒരു ഡ്രീം ഫീൽ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്ന പോലെ, ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലാണുള്ളതൊക്കെ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പറയാൻ പറ്റാത്തൊരു ഫീലിങ്സ്. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് പർച്ചേസിങ്ങിനുള്ള ടൈമാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് ഷോപ്സ് ഉണ്ട് എല്ലാത്തിൻ്റെയും. ഇവരുടെ ഈ ഒരു ബുദ്ധിസത്തിൻ്റെ എല്ലാ സാധനങ്ങളും, അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ ഡ്രീം ക്യാച്ചസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വില പേശി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വില കുറച്ച് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ടൈം ഫോർ ഷോപ്പിംഗ്. ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ റേറ്റും എഴുതിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ റേറ്റ് ഇവരിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ റേറ്റും കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിതൊന്നും വാങ്ങുന്നില്ല. നമ്മുടെ ഷോപ്പിങ്ങും
കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള 30 രൂപയ്ക്ക് ഒരു ക്ലിപ്പൊക്കെ വാങ്ങി ഇറങ്ങി. പിള്ളേർ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. പിള്ളേരുടെ അവിടെ ഇവിടെയൊക്കെ അവർ അതും ഇതും സാധനങ്ങളൊക്കെ കുറേ വാങ്ങി. ഞാൻ ഒരു ക്ലിപ്പ് വാങ്ങി. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബാംബു ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബാംബു ഫോറസ്റ്റിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യണം, അവിടുത്തെ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിച്ചിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോകാം. നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. ചൂട് ചിക്കൻ ബിരിയാണിയാണ് നമ്മുടെ ലഞ്ച്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം നമുക്കിനി ഷോപ്പിങ്ങിനും ബാംബു ഫോറസ്റ്റിലോട്ടും പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫുഡിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മളത് നേരെ ബാംബു ഫോറസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫുൾ ഓഫ് പർച്ചേസ് ചെയ്യാനുള്ള ഏരിയയാണ്. ഫുഡ് കോർട്ട്, അതുപോലെ നമുക്ക് സാധനങ്ങൾ, ഡ്രസ്സ്, കോസ്മെറ്റിക്സ് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ അതിനകത്തുനിന്ന് തന്നെ കൂർഗ് സ്പെഷ്യലായിട്ടുള്ള നമ്മൾ തേയില, കാപ്പിപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ സിപ്പ് ലൈൻസ് അവൈലബിൾ ആണ്. ഇതാണ് സിപ്പ് ലൈനിൻ്റെ പോണ വഴി. അങ്ങനെ വി ആർ ജസ്റ്റ് എൻ്റർ ടു ദ കൂർഗ് ബാംബു ഫോറസ്റ്റ്. ബാംബു ഫോറസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ മുളങ്കാടായിരുന്നു എങ്കിലും ഇറ്റ്സ് നോട്ട് ലുക്ക് ലൈക്ക് ബാംബു ഫോറസ്റ്റ്. ഒരു മാർക്കറ്റ് പോലെ. മലയാളിയാണ്. സ്വീറ്റ് കോൺ. യെസ്, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മുളങ്കാട് തന്നെയാണ്. നോക്കൂ, അവിടെ മുളങ്കാടുകൾ നമുക്ക് കാണാം. യെസ് ഗൈസ്, ഇവിടെ മുളങ്കാട് തന്നെയാണ്. ഫുൾ ഓഫ് ബാംബൂസ്. തെറ്റിദ്ധരിച്ചു, അതൊരു എൻട്രി മാത്രമായിരുന്നു. നൗ ഇറ്റ്സ് ക്ലിയർലി ബാംബു ഫോറസ്റ്റ്. അപ്പോൾ ബാംബു ഫോറസ്റ്റിലേക്കുള്ള ഫസ്റ്റ് എൻട്രിയിൽ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം, ഇതെല്ലാം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളിവിടെ എൻട്രി ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ കുട്ടികളെ എൻട്രി ചെയ്ത് തുടങ്ങി. എടണം, കേറ്. അല്ല, അതെ, നമ്മളിതാ പാലത്തിലേക്ക് കയറാൻ പോണം. പാലം, കുന്ന്, മല. അതെ. ഓ, അടിപൊളി. ദെൻ ബാംബു ഫോറസ്റ്റിൽ ഫസ്റ്റ് നമുക്ക് പാലം കടന്ന് വേണം പോകാൻ. അല്ല ഫഹമ, ഫഹാമ എന്നൊക്കെ. അവിടെ ഒരു കുട്ടിച്ചാത്തുന്നുണ്ട്. അതെ, നോക്കൂ, ഒരു പഴയ പാലം, തകർന്നൊരു പഴയ ജാപ്പന്റെ കാലത്തെ പാലം. പൂർവികർ പണ്ട് നമ്മൾ അതെ, ഒരു ആടുന്നു. പാലം മെല്ലെ മെല്ലെ ആടുന്നുണ്ടോ എന്നൊരു സംശയം. പാലം മെല്ലെ മെല്ലെ ആടാൻ തുടങ്ങുന്നുണ്ട് ഗൈസ്. അമ്മേ, പാലം ഇങ്ങോട്ട് നോക്കൂ. ഹായ് പ്രീതി മിസ്. ചെറിയൊരു ഭയം. അതെ, വല്ല ആടുന്നുണ്ടോ എന്നൊരു സംശയം. പേടിയൊന്നുമില്ല അല്ലേ? പേടിയൊന്നുമില്ല, എന്നാലും ഒരു പിടി. അതൊന്ന് പിടിച്ചേക്കാം. ചെറിയൊരു ഭയം. യെസ്. അങ്ങനെ പാലം കടന്നു. ഇനി മല. അതെ, നമ്മൾ വല്ലാണ്ട് ടയർഡായി ഇന്ന് വെയിലൊക്കെ കൊണ്ട്.
യെസ് ഇതൊക്കെ കണ്ടിട്ട് എവിടെ നിന്നൊക്കെ വാങ്ങും? അതെ എവിടെന്ന് തന്നെ എവിടെ നിന്നൊക്കെ വാങ്ങും? അതെ. അപ്പം ഫുൾ ഓഫ് ബാംബു അല്ലേ, ഫുൾ ഓഫ് ബാംബു. അതുകൊണ്ടാണ് ഇതിന് മുളം കാട്. 4 ഫ്രീ ഒന്നെടുത്താൽ 4 ഫ്രീ. പക്ഷെ 4 വില ആയിരിക്കും ഒരെണ്ണത്തിന്. ഇത് ചോക്ലേറ്റ്സ് അല്ലേ, ചോക്ലേറ്റ്സ് അല്ല, ഒന്നെടുത്ത് 4 ഫ്രീ ഉള്ള ചോക്ലേറ്റ് ആണ്. 4 ഫ്രീ. അതന്നെ. നിനക്ക് എത്ര രൂപ കുറച്ച് കിട്ടി? 50 ചോദിച്ചാലുണ്ട് കിട്ടിയതല്ലേ. എന്നോട് കുട്ടിയാണോ ടീച്ചറാണോ? കുട്ടിയാണെങ്കിൽ കുറച്ച് തരാം, ടീച്ചറാണെങ്കിൽ വില കുറയ്ക്കത്തില്ലെന്ന് എന്ത് പറയണം. ഇതുപോലെ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കഥകൾ പറയാൻ നമുക്ക് അറിയാത്തതുകൊണ്ട് ഇതിന് ഈ ഒരു നമ്മുടെ ഡാൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഫീമെയിൽ ട്രഡീഷണൽ ഡാൻസ് എന്നുള്ള രീതിക്കുള്ള റൈറ്റിങ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. സോ നൗ നമ്മൾ ഇവിടെ ഒരുപാട് ഇതുപോലെ തന്നെ ഈ ഒരു കർണാടകയിലുള്ള ഒരുപാട് കർണാടകയിലെ കൂർഗിലുള്ള ഒരുപാട് ഫേമസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് ഷോപ്പിങ്ങിൽ നമ്മൾ പോകാത്തതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് പോകാനും നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുള്ളത് കൊണ്ടും എല്ലാവരും നമ്മുടെ കുട്ടികളും നമ്മളെല്ലാം ഓടുകയാണ്. ഇപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഒരു ചെരുപ്പൊക്കെ വാങ്ങി. ദെൻ നമ്മളിപ്പോൾ കുറച്ച് കമ്മൽ കളക്ഷനൊക്കെ നോക്കാനും വാങ്ങാനായിട്ട് വന്നേക്കാണ്. ഇവിടെ ഇപ്പോൾ എല്ലാത്തിനും 3 കമ്മൽ എടുത്തു കഴിഞ്ഞാൽ 100 രൂപ. നമുക്ക് പിന്നെ വില പേശി നമുക്ക് കുറയ്ക്കാവുന്നതാണ് അത് എടുക്കുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ഇനി ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ബിസി ആകുമ്പോഴാണ്. അപ്പോൾ ഇനി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. റൂമിലേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വിത്ത് പൂൾ. അപ്പോൾ നമുക്കിന്ന് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, റൂമിൽ വന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് പൂൾ ടൈമാണ്. അപ്പോൾ നമ്മൾ നേരെ പൂളിലേക്ക് പോകണം. പൂള് കഴിഞ്ഞിട്ടാണ് നമുക്ക് DJ. അപ്പോൾ നമുക്ക് നേരെ പൂൾ വൈബിലോട്ട് പോകാം. ബൈ. അങ്ങനെ ഞങ്ങളുടെ DJക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 7:15. നമ്മൾ 7:15 എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഹായോ, നമ്മൾ DJക്ക് പോകുന്നു. മാത്സ് ടീച്ചറാണ് അത്രയും, മാത്സ് ടീച്ചർ. യെസ്, നമ്മൾ DJക്ക് പോവാണ്. അപ്പം നമ്മളും പിള്ളേരും എല്ലാം റെഡിയാണ്. നമ്മൾ വണ്ടി റെഡിയാണ്, ശ്യാമലു റെഡിയാണ്, ഞാൻ റെഡിയാണ്, എല്ലാവരും കമ്മിങ് ആണ്. ഓക്കെ, ബൈ. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. ഓക്കെ, അങ്ങനെ ഇവിടെ ഓരോരോ സെക്ഷനാക്കി തിരിച്ചിരിക്കുകയാണ്. ബോക്സിംഗ് റിങ് പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റിങ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഒരു സെക്ഷൻ സ്കൂളുകാരുണ്ട്, ഇവിടെ നമ്മുടെ സ്കൂൾ സെക്ഷനാണ്. യെസ്, അപ്പം എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രീതി മിസ് ഇവിടെ ഉണ്ട്. പ്രീതി മിസ്, ഓക്കെ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫോർ ദ DJ. അപ്പോൾ അവിടെ ഒരു സ്കൂളുണ്ട്, ഇവിടെ ഒരു സ്കൂളുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഏരിയ, അത് ആരുടെയോ ഏരിയ. സോ അവിടെ നമുക്ക് DJയുടെ ചേട്ടന്മാരുണ്ട്, DJ ലൈറ്റ്സ് ഉണ്ട്, എവറിത്തിങ് ഈസ് റെഡി. ഇനി നമുക്ക് പാട്ട് കൂടെ വന്ന് ഡാൻസ്. Once again, Paleman and Trishul people, are you ready? Make some noise! Ecstasy mode in the scene.
my teenage dream. LSD, my sweet 16. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടുള്ള ഞങ്ങളുടെ DJ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ DJ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുറേ പാട്ടുകളും കിട്ടും. ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പോകുന്നു. ഇനി അടുത്തത് ഫുഡ് കഴിക്കാൻ പോകണം. കാണുന്നില്ലേ? ഫുഡ് കഴിക്കാൻ പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങും അതെ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ഡാൻസും ബഹളവും പാട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഉറക്കം. ബൈ ബൈ.